ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സുഖം ഉണ്ടായിരുന്നില്ല, പനി, ചുമ, ജലദോഷം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? പോരെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പം നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാണ്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പൊടികളൊക്കെ ഇല്ല, അതായത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവിനുള്ള മുളക് പൊടിയും രണ്ടും ഇടാം കേട്ടോ. നിങ്ങൾ കുറച്ച് കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി മുളക് കൂടുതലിട്ടിട്ട് എരിവ് ഉള്ളത് കുറച്ചിടുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം തൈര് ചേർക്കുന്നുണ്ട്. ഇത് വാങ്ങിയ തൈരാണ്, അധികം പുളിയില്ലാത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ പലതരത്തിലുള്ള ബിരിയാണി കഴിക്കാറില്ല. നമ്മൾ തലശ്ശേരി ബിരിയാണി കഴിക്കാറുണ്ട്, കോഴിക്കോട് ബിരിയാണി കഴിക്കാറുണ്ട്, അങ്ങനെ കൊച്ചി കായ്ക്കൻ്റെ ബിരിയാണി, അങ്ങനെ ഒത്തിരി മോഡലിൽ ബിരിയാണി ഉണ്ട്. അത് ഹൈദരാബാദി ബിരിയാണി നമ്മൾ അങ്ങനെ കുറേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഫ്രൈഡ് ബിരിയാണി ആദ്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി കുറച്ച് വേണ്ട കാഷ്യൂനട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ കുറേ അധികം സാധനങ്ങൾ വേണ്ടതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അതെല്ലാം ഒന്ന് നന്നാക്കി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ദേ വേഗം ഉള്ളിയുടെ തൊണ്ടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ പൊരിച്ച ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് അധികം സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തു, അതെല്ലാം കഴുകി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ എന്താ പറയുക, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് അതിൻ്റെതായ ടേസ്റ്റ്. പക്ഷേ ഈസി പണിയല്ലാത്തത് കൊണ്ടും വളരെയധികം നേരം പോകുന്നുള്ളത് കൊണ്ടും ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, എൻ്റെ ചില മുളകുകൾ പഴുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ചുവന്ന കളറിലുള്ളൊരു മുളക്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് ചെയ്തെടുക്കാം, ചതച്ചെടുക്കാം. അതുപോലെ തന്നെ സവാള എല്ലാം അരിയുന്നുണ്ട്. സവാള വറുക്കാനായിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ബിസ്ത ഉണ്ടാക്കണം. ബിസ്ത എന്നാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള വറുക്കുമ്പോൾ, എല്ലാ നാട്ടിലേക്കും അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞ സവാള ഒന്നിങ്ങനെ എന്താ പറയുക, ഒന്ന് വിടിയിച്ചെടുത്തിട്ട് നമുക്ക് വറുക്കാനായിട്ട് പല ബാച്ചിലായിട്ട്, ഞാനത് ചെറിയ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒത്തിരി എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഒത്തിരി ബാച്ചായിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് വറുക്കണം. പക്ഷെ നമ്മൾ ആ എണ്ണ വെറുതെ വീണ്ടും കളയല്ലേ, ഞാനത് വീണ്ടും ഉപയോഗിക്കാറില്ല, അങ്ങനെ തന്നെ കളയുക ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുറച്ച് എണ്ണയിൽ കുറേശ്ശായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ വറുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഉള്ളി അരിഞ്ഞിട്ട് അത് വറുക്കാൻ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ തന്നെ അങ്ങ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആ ഉള്ളി വറന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ചിക്കൻ വറുക്കാനിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബിരിയാണിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട്, ഇത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ പീസസ് എടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്കത് 2-3 സ്റ്റെപ്പായിട്ട് വറുത്തെടുക്കാം. അപ്പം അല്ലെങ്കിൽ ഒരുപാട് എണ്ണ അവിടെയും വേസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളി വറുത്ത ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കിസ്മിസ് നല്ല പ്ലംബ് ആവുമ്പോൾ കോരി മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി വറുത്തിട്ട്, ചിലപ്പോൾ ഞാൻ നേരെ തിരിച്ചും ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളി വറുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കൻ ഒരു വശം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പക്ഷെ അത്യാവശ്യത്തിന് എണ്ണ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചത് കുറവാണെന്ന് എനിക്ക് അന്നേരം തോന്നിയിരുന്നെങ്കിലും അത്യാവശ്യത്തിന് എണ്ണ വന്നിട്ടുണ്ട്.
അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമ്മളിനി മല്ലിയില, പുതിനയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിയാൻ പറ്റുമായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഈ മല്ലിയില, പുതിനയിലൊക്കെ അരിയുമ്പോൾ എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് അരിയാൻ പറ്റാത്ത പോലെ തോന്നും. ഭയങ്കര പാടാണ്. കൂട്ടി പിടിച്ചിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് അത് എളുപ്പത്തിൽ അങ്ങനെ ഇതാവുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന മല്ലിയില, പുതിനയിലക്കൊക്കെ നല്ലോണം മണ്ണും ചെളിയും ഉണ്ടാവും. നമ്മൾ പുതിന ഇവിടെ വളർത്താറുണ്ട്. പക്ഷെ ഇവിടെ വിൻ്റർ ആകുമ്പോൾ അത് ഉള്ളിൽ ഒന്നും എടുത്ത് വെക്കാറില്ല. അത് അടുത്ത വേനൽക്ക് തനിയെ മുളച്ച് വരും ചട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിന ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ വാങ്ങുക തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നല്ലോണം മണ്ണും ചെളിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നല്ലോണം നമ്മൾ കഴുകണം മല്ലിയില, പുതിനയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരുപാട് അങ്ങ് മുരിച്ച് ഭയങ്കര ഹാർഡ് ആക്കണം എന്നില്ല. അപ്പോൾ ചിക്കൻ അങ്ങനെ ഒരുപാട് ഹാർഡായാൽ നമ്മൾക്ക് കടിക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഒരുപാട് ഹാർഡ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഓരോ ബാച്ചായിട്ട് ഇതുപോലെ അടുത്ത ബാച്ചായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം നമ്മൾ ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബിരിയാണിയുടെ പ്രോസസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സവാള നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഗാർണിഷിങ്ങിനും പിന്നെ നമ്മൾ മസാലയിലും കുറച്ച് പൊടിച്ച് ചേർക്കും. അപ്പോൾ അതിനുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി സവാള നമുക്കിങ്ങനെ ഇതുപോലെ നല്ല ചുവന്ന കളറാവുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ലോണം വഴണ്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നമ്മളുടെ ഇതിനകത്ത് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ബിരിയാണിക്ക് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഇറച്ചി വറുത്ത എണ്ണയിൽ തന്നെ ചെയ്യുമ്പോൾ നല്ല സ്വാദായിരിക്കും. ആ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം നമ്മളുടെ മസാലയിൽ നന്നായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം, അതായത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ സവാളയല്ല തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തക്കാളിയിൽ നിന്നുള്ള വെള്ളമയം കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ തക്കാളി വാടി കിട്ടും. അതൊക്കെ ഒരു ടിപ്പാണ്. പണ്ടൊക്കെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം നമ്മൾക്കങ്ങനെ ഈ കുക്കിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തവർ ഒരുപാട് പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പിട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തക്കാളി പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാവരും ബിരിയാണിയിൽ ഇങ്ങനെ കറിവേപ്പില ഇടാൻ മടിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബിരിയാണിയിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് നോക്കൂ, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് ഫ്രഷ് കറിവേപ്പില ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ്. നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയാണ്. നമ്മൾ പണ്ട് ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനകത്ത് ഞാനൊരു ബിരിയാണി മസാല, എൻ്റേതായിട്ടുള്ളൊരു മസാല ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ബിരിയാണി മസാല തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, മാറ്റമൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ കാണാത്തവർ അതൊന്ന് പോയി കണ്ടാൽ മതിയാവും. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇച്ചിരി കോമഡിയാണ് കേട്ടോ. അത് ആദ്യം നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് പറയണേന്നൊക്കെ. അപ്പോൾ ഇച്ചിരി കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇപ്പോഴത്തെ വീഡിയോ അതും തമ്മിലിട്ട്. അപ്പോൾ അതെല്ലാം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്തിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ ഒത്തിരി നേരമൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സവാള ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് മല്ലിയില, പുതിനയില അതെല്ലാം തൂവി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് പൊരിച്ച സവാള, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞു വെച്ചത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളൊരു 5-6 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറില്ലേ, അരച്ച് കഴിഞ്ഞ് മിക്സിയുടെ ജാർ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് ഗ്രേവി വേണം. പക്ഷെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് വെള്ളമൊന്നും ആവില്ല. കാരണം ഇതിനകത്ത് തീരെ ഈർപ്പം ഇല്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ഈ കാഷ്യൂനട്ട് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം എല്ലാം മാറി അത് എണ്ണയിൽ എണ്ണ തെളിയുന്നതൊക്കെ വരെ വഴറ്റിയാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക.
അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ മസാല കുറച്ച് ഒരു ഗ്രേവി വേണമല്ലോ നമ്മൾക്ക്. ദമ്മൊക്കെ ഇടുമ്പോൾ നമ്മൾ ചോറിനകത്തേക്കൊക്കെ മസാല വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ ചില ബിരിയാണികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരളവിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചെറിയൊരളവിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഭയങ്കര നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഒരു 1/4 കപ്പ്, അതേ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മളുടെ കാഷ്യൂനട്ട് പേസ്റ്റ് എല്ലാം നന്നായിട്ട് വരണ്ട് അതിൽ നിന്ന് എണ്ണയെല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇത് വാവട്ടമുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒരുപാടൊന്നും ചേർത്തത് തേങ്ങാപ്പാൽ കറിയാക്കി കളയരുത് കേട്ടോ. കാരണം അതെല്ലാം വളരെ ചുരുക്കമല്ല, ചെറിയ അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ് ആണെങ്കിലും തേങ്ങാപ്പാലാണെങ്കിലും ഒക്കെ വളരെ ചെറിയ അളവിലേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ചേർക്കുന്നത് തൈരാണ്. ഇത് ഞാൻ വാങ്ങിയ തൈരാണ്. അപ്പോൾ നമ്മൾ പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഈ തൈരിന് ഒരുപാട് പുളിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് എപ്പോഴും കുറച്ച് തൈര് നാരങ്ങാനീരൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. വീണ്ടും നമ്മൾ കറിവേപ്പില ഇട്ടു. കാരണം കറിവേപ്പിലയുടെ ഫ്ലേവർ ആദ്യം ആ വഴണ്ട് വരുമ്പോൾ കിട്ടുന്നതിനേക്കാളും നമ്മളിങ്ങനെ അവസാന സമയത്തൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് അവസാനമാണ് ചേർത്ത് കൊടുത്തത്. അപ്പം എൻ്റെ തൈരിന് പുളിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങാനീര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാൻ നിങ്ങൾ തൈരിന് നല്ല പുളിയുള്ളതാണെങ്കിൽ. അപ്പം മസാല രുചിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മസാല റെഡിയായി കണ്ടോ. ഇനി നമ്മൾക്ക് ചോറുണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യിനകത്തേക്ക് നമ്മൾ ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ തക്കോലം, കുറച്ച് ബേ ലീവ്സ്, അതുപോലെ തന്നെ പെരുംജീരകം, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാൻ ഈ ചോറുണ്ടാക്കുമ്പോൾ ഉള്ള ഇതിനകത്ത് പല തരത്തിൽ ചേർത്ത് നോക്കൂട്ടോ. ചിലപ്പോൾ ഞാൻ ഒരു ജാതി പത്രി ഇട്ട് നോക്കും. അപ്പം ടേസ്റ്റ് എന്താ വ്യത്യാസം വരുന്നത്. അപ്പം എനിക്ക് ജാതി പത്രിയുടെ ടേസ്റ്റ് ആ ചോറിൽ വരുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം ഞാനത് ഒഴിവാക്കും. ചിലപ്പോൾ കറുവപ്പട്ട ഇടാൻ നോക്കും. അങ്ങനെ ഞാൻ പല രീതിയിലും പരീക്ഷ നോക്കും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ബേസിക് ആയിട്ട് ഇടുന്നത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേ ലീവ്സ്, പിന്നെ പെരുംജീരകം, ഇത്രയും ഞാൻ ചേർത്തിട്ട് നമ്മളുടെ അരി ഇട്ടിട്ട്, ഇത് കൈമ അരിയാണ് ഇട്ടിരിക്കുന്നത്, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. കൈമ അരി എന്ന ആ നെയ്യിലും ഹോൾ സ്പൈസസിലും കിടന്ന് വരണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് അരിക്ക്, 1 കപ്പ് കൈമ അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇരട്ടി വെള്ളം അല്ല കേട്ടോ ചേർക്കുന്നത്. കാരണം കൈമ അരിക്ക് എനിക്ക് എപ്പോഴും 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കറക്റ്റായി വരാറുണ്ട്. ഞാനിത് അരി കഴുകി ഉടനെ തന്നെ യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറില്ല. അത് ഓരോരുത്തർ വാങ്ങുന്ന അരിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ കൈമാരി ഒന്നും വെക്കുമ്പോൾ നാരങ്ങാനീര് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങാനീരൊന്നും ചേർക്കാറില്ല. എൻ്റെ അരി അങ്ങനെ കുഴഞ്ഞു പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ അരി അങ്ങനെ കുഴഞ്ഞൊന്നും പോവാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട് ഇത്തവണ. നമ്മൾക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ഏറ്റവും തീ കുറച്ചിലേക്ക് മാറ്റണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. കുങ്കുമപ്പൂ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇത് മണിക്കൂറുകളെല്ലാം ഇട്ട് വെച്ചിരുന്നാൽ നല്ലോണം അതിൻ്റെ എസൻസ് ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കണം. ഞാനത് മറന്നുപോയായിരുന്നു. അപ്പോൾ കുങ്കുമപ്പൂ അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറായോന്ന് നോക്കുകയാണ്. അടിയിൽ നിന്ന് ഞാൻ വെള്ളമൊക്കെ പറ്റിയോ നോക്കിയതാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചോറ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ദം ചെയ്യാനായിട്ട് എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇവിടെ ഉണ്ട്. ജിനുവാണ് കേട്ടോ ചെയ്യാറുള്ളത്. ജിനുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ ഇഷ്ടമാണ്. അപ്പോൾ ജിനുവാണ് ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇച്ചിരി നെയ്യ് തൂത്ത പാത്രത്തിനകത്തേക്ക് നമ്മളുടെ ചിക്കൻ്റെ മസാലയാണ് ആദ്യം ഇടുന്നത്. അപ്പോൾ ഓരോ ലെയറിലും മസാലയും കഷ്ണങ്ങളും വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ബിരിയാണി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. സാലഡിന് വേണ്ടിയിട്ട് ചെറി ടൊമാറ്റോസ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ തക്കാളി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ടത്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചിക്കൻ്റെ ഒരു ലെയർ ഇടും. പിന്നെ നമ്മൾ ചോറിടും. പിന്നെ നമ്മളുടെ മല്ലിയില, പുതിനയില ഒക്കെ വിതറും. പിന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവിൻ്റെ വെള്ളം ഒഴിക്കും.
പിന്നെ നമ്മളുടെ സവാള വറുത്തത് ചേർക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇടയ്ക്കുള്ള ലെയറുകളിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ അവസാനത്തെ ലെയറിലാണ് ഞാൻ സാധാരണയായിട്ട് ചേർക്കാറുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പം ഞാൻ തൂവി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബിരിയാണി മസാലയില്ലേ, ബിരിയാണി മസാല ഇടയ്ക്ക് ഇങ്ങനെ തൂവി കൊടുക്കുന്നത് നമ്മളിങ്ങനെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതേ രണ്ടാമത്തെ ലെയർ ചിക്കനും മസാല എല്ലാം ചേർത്തു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിടും. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ദമ്മിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഓവൻ സേഫ് ആയിട്ടുള്ള പാത്രത്തിലാണ് വെക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് അടുപ്പിലുള്ള നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ അടുപ്പിലും വെക്കാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. ഞാൻ 2 രീതിയിലും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദേ നമ്മളുടെ ബിരിയാണി നമുക്കിനി ഇത് കവർ ചെയ്തിട്ട് നമ്മൾക്കൊരു 30 മിനിറ്റ് ഒരു 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ നമ്മൾക്കൊന്ന് ദം ചെയ്തെടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബിരിയാണി റെഡിയായി. പിന്നെ സാലഡും പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയും കഴിച്ചാൽ മതി. നല്ല കിടു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് 2 തുളയിടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 375ൽ നമ്മൾക്കൊരു 30 മിനിറ്റ് 25 to 30 മിനിറ്റ് വരെയൊക്കെ നമ്മൾക്ക് ദം ചെയ്തെടുക്കാം. അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ഇത് ഞാൻ ഐക്യ എന്നുള്ളൊരു പാത്രമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എനിക്കിതുവരെ അങ്ങനെ അടി പിടിച്ചിട്ടില്ല. ഞാൻ ഇത്തവണ 25 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 25 to 30 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. നമ്മളിത് ഇനി സാലഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സാലഡ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ കുട്ടികളാണെങ്കിലും അറിയാതെ അങ്ങനെ കഴിച്ചോളൂല്ലോ. അപ്പോൾ അത് നമ്മളുടെ ദമ്മെല്ലാം പൊട്ടിക്കുന്ന സമയമായി. നമ്മളുടെ ബിരിയാണി എല്ലാം നല്ല അടിപൊളി ലുക്കിൽ നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി, ഒരു സാലഡ്, അതുപോലെ തന്നെ അച്ചാറ്, ബിരിയാണിയുടെ ചമ്മന്തി ഇല്ലേ അത്, പപ്പടം എല്ലാം കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പപ്പടവും ഇല്ല. അപ്പോൾ ഞങ്ങളൊരു സാലഡിൻ്റെ അച്ചാറിൻ്റെയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു നല്ല അടിപൊളി വിഭവവുമായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഡെയിലി കുക്ക് ചെയ്യുന്ന ഐറ്റവുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.